അനന്തുമായിട്ട് പിന്നീട് സംസാരിച്ചിരുന്നു ഈ അറസ്റ്റിലായതിനു ശേഷം? ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കാര്യം എനിക്ക് എൻ്റെ കൂടെപ്പുറപ്പാട് കുറച്ച് നമുക്കൊരു ഉള്ളിലൊരു കുറച്ച് കഴിയുമ്പോൾ വിഷമം തോന്നുമ്പോൾ ഞാൻ പോയി കാണാറുമുണ്ട്, ഞാൻ സംസാരിക്കാറുമുണ്ട്. എന്ത് ചെയ്തു എന്നതിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു? ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാറില്ല. ഞാൻ ചോദിക്കുന്നത് അവൻ എന്തെങ്കിലും പനിയാന്നൊക്കെ പറയുമ്പോൾ പോയി കാണും, സംസാരിക്കും. അത് അവർ പോലീസുകാരുണ്ടല്ലോ, അതിൻ്റെ മുന്നേ വെച്ചിട്ട് നമുക്ക് അല്ലാത്ത ഇൻ്റർഫിയർ അവൻ ഇറങ്ങിക്കഴിഞ്ഞിട്ട് അവനോട് നേരിട്ട് ചോദിക്കാം, നീ എന്താണ് നടന്ന സംഭവം എന്താണെന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. അതിനായിട്ട് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടെങ്കിൽ ശരിയാണ്. ഇപ്പം തന്നെ നിങ്ങളുടെ എല്ലാവരും മുന്നേ വെച്ചിട്ട് 400 കോടി രൂപ ഞങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്, ഇത്രയും ജനങ്ങളെ കൂട്ടി വിളിച്ചു വരുത്തി സംസാരിക്കണേ. 400 കോടി പോയിട്ട് 400 രൂപയെങ്കിലും അനന്തകൃഷ്ണൻ്റെ സാലറി എൻ്റെ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ട്. അതല്ലാണ്ട് അനന്തകൃഷ്ണൻ്റെ ഒരു തട്ടിപ്പ് പണം എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്, ഞാൻ തിരിച്ചു തരാൻ ഉറപ്പായിട്ട് ഞാൻ ഓക്കെയാണ്. എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, എൻ്റെ കയ്യിൽ 1 രൂപ പോലും ഈ പറഞ്ഞ തട്ടിപ്പ് പണം വന്നിട്ടില്ല. പിന്നെ എൻ്റെ അടുത്ത് നിങ്ങൾ ഉൾപ്പെടെയുള്ള ചാനലുകാർ 2 ആഴ്ച കണ്ടന്റ് ആക്കി ഉപയോഗിച്ചു. എന്താ തെങ്ങിൻതോട്ടം മുന്തിരിത്തോട്ടം എൻ്റെ പേർ കൊണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് തെളിയിക്കാൻ പറ്റും അങ്ങനെ മുന്തിരിത്തോട്ടം തെങ്ങിൻതോട്ടം ഉണ്ടെന്ന്? ഞങ്ങൾ എന്തോരം മാനസികമായിട്ട് അതുകൊണ്ട് ബുദ്ധിമുട്ടെന്നറിയോ? ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഞങ്ങളെ ഓരോരുത്തർ പറയുന്നത് കേട്ടിട്ട് സത്യം പറഞ്ഞാൽ ജീവിക്കണോ മരിക്കണോ എന്ന അവസ്ഥയിൽ തന്നെ നിൽക്കുക. ഞങ്ങളുടെ പേർക്ക് ഒരു തെങ്ങിൻതോട്ടവും ഇല്ല, ഒരു മുന്തിരിത്തോട്ടവും ഇല്ല. ഈ പറഞ്ഞ 400 കോടി കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് തെളിയിച്ച് കാണിക്കാൻ പറ്റുമോ? ഇല്ലാത്ത കഥകൾ ആൾക്കാരെ വിളിച്ചു വരുത്തി ഇത്രയും ശക്തമായിട്ട് പറയുന്ന ആൾക്കാർക്ക് ഈ പൈസ കൊണ്ട് തെളിച്ച് കാണിക്കാൻ പറ്റും? എന്താ സത്യാവസ്ഥ എന്ന് പോലും മനസ്സിലാവാനാണ് ഞങ്ങളെ ടോർച്ചർ ചെയ്യുന്നത്. അതിൻ്റെ എന്ത് കാരണമുള്ളതെന്ന് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇവർക്ക് എന്തെങ്കിലും പേഴ്സണൽ റിവെഞ്ച് ആണോ, അതോ അവർക്ക് അവരുടെ പാർട്ടി വളർത്താൻ വേണ്ടി ചെയ്യുന്ന ഓരോ കാരണങ്ങൾ? അനന്തകൃഷ്ണൻ ഇപ്പം ജയിലിലാണെന്നുള്ള എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. അനന്ത് മുങ്ങാനും പോകുന്നില്ല. പിന്നീട് എന്തിനാ ഇങ്ങനൊരു പ്രക്ഷോഭം ഉണ്ടാക്കി ഞങ്ങൾക്ക് മാനസികമായി ബുദ്ധിമുട്ട് തരുന്നത്? ഇത്രയും ജനങ്ങളെ വിളിച്ചു വരുത്തി ഞങ്ങൾ ആരെങ്കിലും അദ്ദേഹത്തെയോ ഈ പറഞ്ഞ അഡ്വക്കേറ്റിനെയോ ആരും ഞങ്ങൾ ബുദ്ധിമുട്ടിക്കാൻ അങ്ങോട്ട് പോകുന്നില്ല. പിന്നെ ഞങ്ങൾ എന്തിനാണ് മാനസികമായി ബുദ്ധിമുട്ടിക്കുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല. അനന്ത് ജയിലിലാണ്, പോലീസ് കേസ് അന്വേഷിക്കുന്നുണ്ട്, ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിക്കുന്നുണ്ട്, കോടതിയിൽ കേസ് വരുന്നതാണ്. പിന്നെ എന്തിനാ ഇങ്ങനെയൊരു പ്രശ്നം ഞങ്ങൾ? ഇതിപ്പം അവിടെ മാത്രമല്ല, വീട്ടിൽ മാത്രമല്ല, ഇവിടെയും വന്നൊരു പ്രശ്നം ഉണ്ടാക്കുന്നതിൻ്റെ കേസ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. എന്തെങ്കിലും തട്ടിപ്പ് പണം ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങൾ ഉറപ്പായിട്ടും തിരിച്ചു ഞങ്ങൾ ഉറപ്പിച്ച് പറയും 100% വിശ്വസിച്ച് ഞങ്ങളുടെ തട്ടിപ്പ് പണം ഇല്ല. ഇപ്പം എന്നെയൊക്കെ ഒരു ഇൻസ്റ്റഗ്രാമിലൊക്കെ എത്രത്തോളം മോശമാക്കിയിട്ടൊക്കെ ഓരോരുത്തർ പറയണേ, ഞങ്ങൾ കമൻറ്റ് ഇടുന്നത്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാരെന്തോ ഞങ്ങൾ തട്ടിപ്പ് പണം എടുത്തുന്നില്ല. ഇപ്പം പകുതി പേർക്ക് എന്നെ അറിയത്തും കൂടി ഉണ്ടായിരുന്നില്ല. അറിയാത്തതിൻ്റെ പേരിൽ ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു ആ സമയത്ത്. നിങ്ങൾക്ക് വലിയ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട് അനന്തകൃഷ്ണൻ്റെ ഫാമിലി മുങ്ങിന്ന്. ഞാൻ കുട്ടി ഉണ്ടായ സമയത്ത് ഹോസ്പിറ്റലിലായിരുന്നു കിടക്കുന്നത്. ആ കിടക്കുന്ന എന്നെ വരെയും എന്തോ ഞാൻ ആ ഹോസ്പിറ്റലൊക്കെ അനുഭവിച്ചു. എനിക്കറിയില്ല, എന്നെപ്പറ്റിയൊക്കെ എൻ്റെ കൂടെ നിൽക്കുന്ന സിസ്റ്റർമാർക്ക് വളരെ മോശമായിട്ടാണ് ആ പെണ്ണിൻ്റെ മുന്തിരിത്തോട്ടം ഉണ്ടെന്നൊക്കെ. ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കയ്യിൽ എന്ത് മുന്തിരിത്തോട്ടം ഉള്ളേ, എന്ത് സ്ഥലമുള്ളേ, എന്ത് പണമുള്ളതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ട്. പിന്നെ എന്തിനെ ടോർച്ച് ചെയ്യുന്നത്? സത്യം മനസ്സിലാക്കി പ്രതികരിക്കുന്ന ആൾക്കാർ ഇപ്പോൾ പറയുകയാണ്, ഈ അഡ്വക്കേറ്റ് ബേസിൽ എന്ന് പറഞ്ഞ അദ്ദേഹം ഞങ്ങളുടെ കയ്യിൽ പണം ഉണ്ടെന്ന് അന്വേഷിച്ച് മനസ്സിലാക്കി സത്യം മനസ്സിലാക്കിയാൽ പറയുന്നതെങ്കിൽ ഞങ്ങൾ ഓക്കെ. അദ്ദേഹം പറഞ്ഞു സത്യമല്ലാത്തൊരു കാരണം ഇത്രയും പ്രചരണം നടത്താൻ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഇങ്ങനെ കള്ളത്തരം പ്രചരിപ്പിക്കേണ്ട ആവശ്യം എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. സത്യം പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുമല്ലേ, വ്യക്തമായിട്ട് പോലീസിന് മനസ്സിലായി കഴിഞ്ഞാൽ ഓക്കെ ശരിയാണ്. ഈ പോലീസിന് മനസ്സിലായി ഇങ്ങനെയാണെന്നുള്ളത് അതിന് മനസ്സിലായി, അല്ലെങ്കിൽ അദ്ദേഹം ഒരു പരിപാടി നടത്തിയിട്ട് അദ്ദേഹത്തിന് മനസ്സിലായ ശേഷമാണെങ്കിൽ ശരിയാ. ഞാൻ കുറച്ച് നെർവസ് ആണ്, എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ. അതുകൊണ്ട് എനിക്ക് അറിയത്തില്ലായിരുന്നില്ല ഇത് നടക്കുമ്പോൾ വരെ എന്താ സംഭവിക്കുന്നത് എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല, സത്യമായിട്ട് അറിയത്തുണ്ടായിരുന്നില്ല. കാര്യം അനന്തുവിന് ഒരുപാട് സ്റ്റാഫുകളുണ്ട്, അതിലൊരു സ്റ്റാഫായിരുന്നു ഞാൻ, സത്യയുടെ സ്റ്റാഫാണ്. പക്ഷേ ഇതിൻ്റെ സാമ്പത്തിക കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. കാര്യം ഞാൻ ഒരു ബോർഡ് മീറ്റിങ്ങിനോ ഞാൻ പോയിട്ടില്ല. നിങ്ങൾക്ക് ഈ പറഞ്ഞ ആരോട് വേണേൽ ചോദിച്ചു നോക്കാം. ഞാനിവിടെ ഇരുന്നത് ആ കാണുന്നതാണ് ഓഫീസ്, അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ കൂടെ തന്നെ 5 പേര് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സത്യമായിട്ടുള്ള കാര്യങ്ങൾ അത് വർക്ക് ചെയ്യുന്നതെല്ലാം ഞാൻ മെയിൽ ഐ ഡിയിൽ വെച്ചാണ് അയച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. ആ മെയിൽ ഐ ഡിക്കകത്ത് തന്നെ കിടപ്പുണ്ട് ഞാൻ അയച്ചു കൊടുക്കുന്ന വർക്കിൻ്റെ കാര്യങ്ങൾ. അതല്ലാണ്ട് സാമ്പത്തിക ഇടപാടുകൾ എനിക്കറിയത്തില്ല. പിന്നെ ഈ 400 കോടികളൊക്കെ അനന്തൂര് ഞങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. എൻ്റെ ഭർത്താവ് കൂലിപ്പണി എടുത്തിട്ടാണ് പണിയാൻ പോകുന്നത്. അതിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. എനിക്ക് 2 പിള്ളേരുണ്ട്. ഒരു ബിന്ദു എന്ന് പറഞ്ഞ അംഗൻവാടി ടീച്ചറാണ്. എന്തെങ്കിലും അടിസ്ഥാനത്തിൽ എൻ്റെ കുട്ടീനെ അവിടെ വിടാൻ പറ്റത്തില്ല. കാര്യം വഴി നിർത്തി ചേട്ടാനെ ചീത്ത പറയണു, എന്തൊക്കെ മോശം, ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാണ്. കാര്യം ഈ പറഞ്ഞ സാമ്പത്തിക ഇടപാട് ഞങ്ങളിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾ കേൾക്കാൻ ബാധ്യസ്ഥരാണ്. അതൊന്നും ഇല്ലാണ്ട് ഞങ്ങൾ ഈ 6 മാസമായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്ന ടോർച്ചറിങ് ആർക്കും മനസ്സിലാവുന്നില്ല. ഇദ്ദേഹമൊക്കെ എത്ര മോശമായിട്ട് വോയിസ് ക്ലിപ്പ് എൻ്റെ കുറേ ഉണ്ട്. എൻ്റെ എന്നെപ്പറ്റി നോട്ടീസ് കാര്യങ്ങൾ ഇതൊക്കെ എന്തിൻ്റെ ബേസിലാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു അടിത്തറയുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്തൊന്ന് എന്തെങ്കിലും ബോധ്യപ്പെട്ടിട്ടാണെങ്കിൽ ശരിയാ. ഇത് ബോധ്യപ്പെടാൻ എന്തെങ്കിലും സത്യം ഉണ്ടാവണ്ടേ? സത്യമില്ല 100% എനിക്ക് അറിയാവുന്ന സ്ഥിതിയിൽ എന്തിൻ്റെ ബേസിലാണ് ഇങ്ങനെ ഒരു ടോർച്ചറിങ് എനിക്ക് മനസ്സിലാവുന്നില്ല. സ്ഥാപനത്തിൽ ജോലി ചെയ്തു. എനിക്ക് എല്ലാ മാസവും കറക്റ്റായിട്ട് ശമ്പളം കിട്ടിയില്ലെങ്കിൽ പോലും എനിക്ക് അതിനകത്ത് ശമ്പളം വരുന്നുണ്ട്. എൻ്റെ അക്കൗണ്ടിൽ വഴിയാണ് ശമ്പളം വന്നുകൊണ്ടിരുന്നത്, വ്യക്തമായിട്ട് അക്കൗണ്ടിലുണ്ടെന്ന്.
ഇങ്ങനെ ഈ പണം തിരിച്ചു അല്ലെങ്കിൽ ഇതൊരു വലിയ രീതിയിൽ ഈ പകുതി പണം മേടിച്ചിട്ട് ഈ ബൈക്ക് അല്ലെങ്കിൽ സ്കൂട്ടർ കൊടുക്കാൻ കഴിയില്ല എന്ന് തിരിച്ച് നിങ്ങൾക്ക് ഇത് തട്ടിപ്പാണ്. ഞങ്ങൾ ഒരു സ്കൂട്ടറിന് പൈസ അടച്ചിട്ടിരിക്കുക 60,000 രൂപ. ഞങ്ങൾ ഒരു സ്കൂട്ടറിന് പൈസ അടച്ചിരിക്കുക 60,000 രൂപ അടച്ചിട്ടിരിക്കുക. ഞങ്ങൾക്കൊരു തട്ടിപ്പാന്ന് ബോധ്യം ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കില്ല. കാര്യം തട്ടിപ്പാണ് ചേച്ചി പൈസ അടയ്ക്കേണ്ടെന്ന് ഉറപ്പായിട്ടും പറയത്തില്ലേ. തട്ടിപ്പാന്നൊരു ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ പൈസ അടയ്ക്കുമോ? ചേട്ടി യമഹയോ നമ്മൾ ഏത് സ്കൂട്ടറിന് അടച്ചേക്കണേ? സുസുക്കിക്ക് ഞങ്ങളും പൈസ അടച്ചിട്ടിരിക്കുന്ന വ്യക്തിയാണ്. അതിന് പൈസയുടെ സ്ലിപ്പ് ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ 60,000 രൂപ നീയൊക്കെ തിന്നില്ലേ എന്നൊക്കെ ചോദിച്ച് വൃത്തിയോടൊക്കെ വിളിച്ചു പറഞ്ഞ ചേച്ചിമാരെ പോലെ ഞങ്ങളും പൈസ അടച്ചേക്കണതാ. അപ്പോൾ അതുകൊണ്ട് തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് തട്ടിപ്പാണെങ്കിൽ ഞങ്ങൾക്ക് ഈ കിടന്ന് കൂലിപ്പണി എടുത്തുണ്ടാക്കണ പൈസ അടയ്ക്കേണ്ട ആവശ്യമുണ്ടോ? അനന്തുമായിട്ട് പിന്നീട് സംസാരിച്ചിരുന്നു ഈ അറസ്റ്റിലായതിനു ശേഷം? ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കാര്യം എനിക്ക് എൻ്റെ കൂട്ടുപുറപ്പാട് കുറച്ച് നമുക്കൊരു ഉള്ളിലൊരു കുറച്ച് കഴിയുമ്പോൾ വിഷമം തോന്നുമ്പോൾ ഞാൻ പോയി കാണാറുമുണ്ട്, ഞാൻ സംസാരിക്കാറുമുണ്ട്. ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാറില്ല. ഞാൻ ചോദിക്കുന്നത് അവൻ എന്തെങ്കിലും പനിയാന്നൊക്കെ പറയുമ്പോൾ പോയി കാണും, സംസാരിക്കും. അത് അവർ പോലീസുകാരുണ്ടല്ലോ അതിൻ്റെ മുന്നേ വെച്ചിട്ട് നമുക്ക് അല്ലാത്ത ഇൻ്റർഫിയർ അവൻ ഇറങ്ങിക്കഴിഞ്ഞിട്ട് അവനോട് നേരിട്ട് ചോദിക്കാം, നീ എന്താണ് നടന്നത്, സംഭവം എന്താണെന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല, അതെന്താണെന്നുള്ളത് ചോദിക്കാം. അതല്ലാണ്ട് ഈ പറഞ്ഞ പോലെ ഞാൻ പണ്ടും അങ്ങനെയാണ് ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ്.